ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾ +1 തന്നെ നീറ്റ് JEE എൻട്രൻസ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ എയിം ചെയ്ത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയ സ്റ്റുഡൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം പ്രോബ്ലംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചെറിയൊരു സ്റ്റക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ കണ്ടിന്യൂസ്ലി ചോദ്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പം നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് ആവുന്നതാണ്. സോ ഈ ഒരു ട്രാക്കിലേക്ക് ആവാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണിത്, പ്രത്യേകിച്ച് ഫിസിക്സിൽ. കാരണം ഫിസിക്സ് ന്യൂമറിക്കൽസ് ഒരുപാട് പേർക്ക് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ റെഗുലറായിട്ട് കിങ്സ് 11 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, മാക്സിമം പെൻഡിങ് വരുത്താതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നിങ്ങൾ കിങ്സ് 11 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ വെച്ച് തന്നെ ബോർഡ്സിൻ്റെ പോർഷൻസ് അവിടെ നിന്ന് തന്നെ പഠിച്ച് തീരുക. നിങ്ങൾക്ക് ബോർഡ് എക്സാം +1 ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർഷൻസ് അവിടെ നിന്ന് തന്നെ പഠിച്ച് കംപ്ലീറ്റ് ആക്കുക. കാരണം അത് പിന്നെ ഇനി ഒരു എക്സാമിൻ്റെ സമയത്തേക്ക് വരുമ്പോൾ ഒരു റിവിഷൻ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ തീർന്നതിന് ശേഷമുണ്ട് കംപ്ലീറ്റ് റിവിഷൻ്റെ ഒക്കെ സമയത്ത് നിങ്ങൾക്ക് പിന്നെ ആ ബോർഡ്സിൻ്റെ ഒരു പോർഷൻ പിന്നെയും തിരിഞ്ഞ് നോക്കേണ്ടി വരത്തുള്ളൂ. അപ്പോൾ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ ബോർഡ് എക്സാമിൻ്റെ പോർഷൻസ് പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ എൻട്രൻസ് പോർഷൻസ് ചെയ്യിക്കുന്നുണ്ട്, അത് ആ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ എന്തായാലും ചെയ്തു പോകും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 hour നിങ്ങൾ ഡെയിലി സ്പെൻഡ് ചെയ്യണം. ഒന്നെങ്കിൽ അതേ ദിവസം തന്നെ സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് നേരത്തെ എണീറ്റ് സ്പെൻഡ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ ക്ലാസ്സുകളുടെ കൂടെ തന്നെ സെൽഫ് സ്റ്റഡിക്ക് കുറച്ച് സമയം അലോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളേതായ രീതിയിൽ പ്രോബ്ലംസിനെ എങ്ങനെ നേരിടാം എന്നുള്ളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1.5 hour ക്ലാസ്സിന് ശേഷമോ പിറ്റേ ദിവസം രാവിലെ സ്പെൻഡ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ച സ്ലൈഡുകളിലെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഒരു ഹാഫ് അവർ, ഒരു അരമണിക്കൂർ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയുള്ള 1 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ ആപ്പിലുള്ള ഇൻഫിനിറ്റ് പ്രാക്ടീസ് ഉപയോഗിച്ച് അതേ സെക്ഷനിലുള്ള ഒരു മിനിമം 10 ചോദ്യങ്ങളെങ്കിലും ഡെയിലി, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ ഡെയിലി എന്നാണ് നിങ്ങൾക്ക് ഫിസിക്സ് ക്ലാസ്സുകളുള്ളത് ആ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഈസ്, നമ്മൾ NCERT, അതായത് നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞായറാഴ്ചകൾ, നിങ്ങൾക്ക് അവധി വരുന്നത് ശനി ഞായറും ആണല്ലോ, ഒന്നെങ്കിൽ ശനി വൈകുന്നേരവും അല്ലെങ്കിൽ ഞായർ വൈകുന്നേരവും നിങ്ങൾക്ക് എവിടെയാണോ ക്ലാസ്സിന് ഗ്യാപ്പ് ഉള്ളത് ആ സമയത്ത് നിങ്ങൾ ആ പഠിച്ച അത്രയും പോർഷനിലുള്ള NCERTയിലെ സോൾഡ് എക്സാമ്പിളും എക്സസൈസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 3 മോഡ് ഓഫ് സ്റ്റഡിയാണ് നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, നിങ്ങൾ എക്സാമുകൾ എഴുതാതിരിക്കരുത്. എല്ലാ എക്സാമുകളും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യണം. അത് നിങ്ങൾ എക്സാമിൻ്റെ ടൈം, നമുക്കിവിടെ ടൈം ടേബിൾ വരുന്നതനുസരിച്ച് നിങ്ങൾ എക്സാം എഴുതി പോയാൽ മതി. അതിൻ്റെ റിസൾട്ടും വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ എന്താണ് ഈ പറഞ്ഞ പോലെ ഉത്തരങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കരുത്. ഒന്നും ഇപ്പം നിങ്ങളിപ്പം കറൻ്റ്ലി ഇപ്പം നിങ്ങളൊരു ബാച്ചിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ ക്ലാസ് പ്രോപ്പറായിട്ട് കാണുക. അന്ന് തന്നെ ഒരു 1.5 hour, പിറ്റേ ദിവസം രാവിലെ ആ ഒരു 1.5 hour ടൈം അതിനുവേണ്ടി സെൽഫ് സ്റ്റഡിക്ക് മാറ്റി വയ്ക്കുക. സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഹാഫ് അവർ നിങ്ങൾ പഠിച്ച പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാനും ബാക്കി 1 മണിക്കൂർ ഒരു 10 ചോദ്യങ്ങളെങ്കിലും മിനിമം ചെയ്യാനും ഉപയോഗിക്കുക. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മെറ്റീരിയൽസിൽ നിന്നോ അല്ലെങ്കിൽ പേൾ വീഡിയോസിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഫിനിറ്റ് പ്രാക്ടീസ് ഒന്ന് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വീക്ക്ലി NCERT റിവിഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്സിൻ്റെ ന്യൂമറിക്കൽസ് കുറച്ചും കൂടെ സെറ്റ് ആവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സോ അത് ഫോളോ ചെയ്യുക. ഒരു 1 week അല്ലെങ്കിൽ 2 weeks ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ക്ലാസ്സുകളിൽ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.